അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ? എവിടത്തേക്കാണ് നമ്മുടെ നാട് പോകുന്നത്? ആർക്കും എന്തുമാവാം, എന്ത് തെറ്റും ചെയ്യാം, എന്ത് തോന്നിയവാസവുമാവാം. അത് പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ അതേക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് ഇതിന് പിന്നിൽ മുസ്ലിം തീവ്രവാദികളാണ്, അതല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നവർ മുസ്ലിം തീവ്രവാദികളാണ് എന്ന് തട്ടിവിട്ടാൽ മതി. പിന്നെ ഈ തെറ്റ് ചെയ്യുന്നവർക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. പിന്നെ കുഴപ്പം മുഴുവൻ മുസ്ലിമീങ്ങൾക്കായി. മുസ്ലിമീങ്ങളാണ് ആകെ കുഴപ്പമുണ്ടാക്കുന്നത്, ആകെ പ്രശ്നം ഉണ്ടാക്കുന്നത്. മുസ്ലിമീങ്ങൾ രാജ്യദ്രോഹികളും മുസ്ലിമീങ്ങൾ തീവ്രവാദികളും ഒക്കെയായി മാറുന്ന ഒരു സ്ഥിതി വിശേഷമാണ് കുറച്ചു കാലമായി നമ്മുടെ നാട്ടിലുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരം ബാലരാമപുരത്ത് നെയ്യാറ്റിൻകര ഗോപൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. നെയ്യാറ്റിൻകര ഗോപൻ, ഈ ഗോപൻ എന്ന് പറയുന്ന വ്യക്തി സ്വാമിയാണ്, ദൈവമാണ് എന്നൊക്കെ അവരുടെ കുടുംബം പറയുന്നുണ്ട്. അത് എന്തോ ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, അവരുടെ വിശ്വാസമാണ്. ഈ ഗോപൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു ദിവസം കാണാതാവുന്നു. അടുത്ത ദിവസം അവരുടെ കുടുംബം പറയുന്നു നെയ്യാറ്റിൻകര ഗോപൻ എന്ന് പറയുന്ന ഇദ്ദേഹം സമാധിയായതാണ് എന്ന് കുടുംബം പറയുന്നു, മക്കൾ പറയുന്നു, ഭാര്യ പറയുന്നു. അതോടൊപ്പം അവരുടെ വീടിന് മുന്നിൽ ഒരു ഫ്ലെക്സ് ബോർഡും കാണുന്നു, സ്വാമി നെയ്യാറ്റിൻകര ഗോപൻ സമാധിയായി എന്ന് പറഞ്ഞിട്ട്. അതേക്കുറിച്ച് ചോദിക്കുന്നവരോട് അച്ഛൻ രാവിലെ വീട്ടിൽ നിന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് പ്രഷറിൻ്റെയും മറ്റുമൊക്കെ ഗുളിയൊക്കെ കഴിച്ച് ഈ സമാധി മണ്ഡപത്തേക്ക്, ആ ഒരു സ്ഥലത്തേക്ക് നടന്നു പോയി അവിടെ ചെന്നിരുന്ന് അങ്ങനെ സമാധിയായതാണ്. അങ്ങനെ സമാധിയായ സമയത്ത് മറ്റാരും കാണാൻ വേണ്ടി പറ്റില്ല, ഞങ്ങൾ കല്ലൊക്കെ വെച്ച് അടച്ച് സമാധി മണ്ഡപം, ആ ഒരു കല്ലറ ഉണ്ടാക്കിയതാണ് എന്ന് മക്കൾ പറയുന്നു. സ്വാഭാവികമായി നാട്ടുകാർക്ക് സംശയം ഉണ്ടാവും. ഒരാൾ രാവിലെ വീട്ടിൽ നിന്ന് എണീച്ച് കഞ്ഞിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഒരു കല്ലറയ്ക്ക് അകത്ത് ചെന്നിരുന്ന് അങ്ങനെ സമാധിയായി മരണപ്പെട്ടു എന്ന് പറയാൻ പാടില്ല, അത്ര സമാധിയായി എന്നാണ് അത്ര പറയേണ്ടത്. ഏതായാലും അങ്ങനെ സമാധിയായി, ഞങ്ങളതിനെ അടച്ചു വെച്ചു എന്ന് മക്കൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടുകാർക്ക് സംശയം ഉണ്ടാവും. നാട്ടുകാർ മാൻ മിസ്സിങ്ങിന് കേസ് കൊടുക്കുന്നു, പരാതിപ്പെടുന്നു. പോലീസും ജില്ലാ ഭരണകൂടവും അന്വേഷണവുമായി ആ വീട്ടിലേക്ക് എത്തുന്നു. കല്ലറ പൊളിക്കണം, പരിശോധിക്കണം, ഇത് ജീവനോടെ അടക്കിയതാണോ, എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം അറിയണം. സ്വാഭാവികമാണല്ലോ, അതാണല്ലോ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതറിയണം, അതുകൊണ്ട് ആളെ പുറത്തെടുക്കണം, പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ജില്ലാ ഭരണകൂടവും പോലീസ് സംവിധാനങ്ങളും മറ്റുമൊക്കെ ഫോറൻസിക് സർജന്മാരും മറ്റൊക്കെ അവിടെ എത്തുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ മുതൽക്കൊരു നാടകീയമായ രംഗങ്ങളാണ് അവിടെ അരങ്ങേറുന്നത്. പെട്ടെന്ന് തന്നെ മൂത്ത മകൻ വന്ന് ഇതിന് പിന്നിൽ മുസ്ലിം തീവ്രവാദികളാണ് അവരാണ് പ്രശ്നമുണ്ടാക്കുന്നത്, ഒരു പള്ളിയായിരുന്നെങ്കിൽ നിങ്ങൾ പൊളിക്കുമോ, ഒരു മുസ്ലിമിൻ്റെതായിരുന്നെങ്കിൽ നിങ്ങൾ പൊളിക്കുമോ, ഇത് ഹിന്ദുവിൻ്റെതായതുകൊണ്ടല്ലേ, ഹിന്ദുവിൻ്റെ അമ്പലം, ഹിന്ദുവിൻ്റെ സമാധി ആയതുകൊണ്ടല്ലേ നിങ്ങൾ പൊളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പച്ച വർഗീയത പറയുന്നത്. സംഭവം നമുക്ക് നമ്മുടെ നാട്ടിലെ അവസ്ഥയൊക്കെ അറിയാം. ഇന്നേ വരെ ഒരു മുസ്ലിമിൻ്റെ ഇടപെടൽ മൂലം അല്ലെങ്കിൽ ഒരു മുസ്ലിമിൻ്റെ പരാതി മൂലം നമ്മുടെ രാജ്യത്ത് ഒരു പള്ളിയോ ഒരു ക്ഷേത്രം പൊളിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദുക്കളെ എന്തെങ്കിലും സംഭവങ്ങൾ അടച്ചുപൂട്ടുകയോ അവരുടെ ആരാധനാലയങ്ങൾ അടച്ചുപൂട്ടുകയോ പൊളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മറിച്ച് നടക്കുന്നത് എന്താണ്? നമ്മുടെ നാട്ടിൽ പലപ്പോഴായി ഓരോന്നും പറഞ്ഞ് പള്ളിക്കടിയിൽ ശിവന്റെ ലിംഗം മുളച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞ് പള്ളികൾ തകർക്കുന്നതാണ് സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്നത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ മീഡിയകളും നമ്മുടെ നാട്ടിലെ വർഗീയ ശക്തികളൊക്കെ മുസ്ലിമീങ്ങളെ അങ്ങനൊരു രാജ്യദ്രോഹികളായി, മുസ്ലിമീങ്ങൾ ശരിയല്ല എന്നുള്ളൊരു പൊതുബോധം പലയിടത്തും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് സിനിമയിലൂടെ ആയാലും മറ്റുമായാലും ഒക്കെ ആയാലും മുസ്ലിമീങ്ങൾ തീവ്രവാദികൾ, മുസ്ലിമീങ്ങൾ കുഴപ്പക്കാർ എന്നുള്ളൊരു ചിത്രം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് പൊതുവെ ഏത് കുറ്റവാളിയും മറ്റ് മുസ്ലിമീങ്ങളല്ലാത്ത ആരെന്ത് ചെയ്താലും അതിൻ്റെയൊക്കെ കുഴപ്പം, അതിൻ്റെയൊക്കെ കുറ്റം മുസ്ലിമീങ്ങളുടെ തലയിൽ വാരിയിടുന്നൊരു പ്രവണതയാണ് നിലവിൽ നമ്മുടെ നാട്ടിലുള്ളത്. അതിൻ്റെ ബാക്കി തന്നെയാണല്ലോ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നതും. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പോൾ ഏതാനും എത്ര ദിവസമായി PC ജോർജ് എന്ന് പറയുന്ന കേരളത്തിലെ ഒരു വ്യക്തി, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്, പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാല് മാറി ചവിട്ടിയിട്ടുള്ള ഇപ്പോൾ BJPയുടെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന PC ജോർജ് ചലം ചാനലിൽ കയറിയിരുന്നിട്ട് പച്ച വർഗീയത വിളിച്ചു പറഞ്ഞു. മുസ്ലിമീങ്ങളൊക്കെ തീവ്രവാദികളാണ്, രാജ്യദ്രോഹികളാണ്, അവരൊക്കെ ഇവിടെ നിന്ന് നാട് കടത്തേണ്ടവരാണ്, പാകിസ്ഥാനിക്ക് പോട, എന്തൊക്കെയാണ് അയാൾ വിളിച്ചു പറഞ്ഞത്. എന്നിട്ട് ഇന്നേ വരെ അതിനെതിരെ കേസ് കൊടുത്തിട്ട് പല സംഘടനകളും അതിനെതിരെ പരാതിപ്പെട്ടിട്ട് ഇന്നേ വരെ PC ജോർജിനെതിരെ ഒന്നും ചെയ്യാൻ നമ്മളിവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ PC ജോർജിനെ ആരും കുറ്റപ്പെടുന്നത് കാണുന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ PC ജോർജിൻ്റെ
മതത്തിൽപ്പെട്ട മതാധ്യക്ഷന്മാരോ അല്ലെങ്കിൽ സംഘടനകളോ ആരും തന്നെ പി സി ജോർജിനെ കുറ്റപ്പെടുത്തുന്നില്ല. അതാണ് നമ്മുടെ നാട്ടിലൊരു അവസ്ഥ. മുസ്ലിമീങ്ങൾക്കെതിരെ എന്തും പറയാം. ആ ചാനൽ ചർച്ചയിൽ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അതിൻ്റെ അവതാരകനോ ആ ചാനലുകാരോ ഒന്നും തന്നെ അതിനെതിരെ പറയാതെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അവിടെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ തന്നെ ഈ നാട്ടിലെ ക്രിസ്ത്യാനികളൊക്കെ തീവ്രവാദികളാണ് എന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മറ്റൊരു രാജ്യത്തേക്ക് പോവേണ്ടവരാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ എന്താ? ഞാനിപ്പോൾ ചിലപ്പോൾ ജയിലിലായിരിക്കും ഉണ്ടാവുക, ഒരുപാട് കേസുകൾ എനിക്കെതിരെ ഉണ്ടാവും. അതിനൊക്കെ പുറമെ ഞാൻ ജോലി ചെയ്യുന്ന ഈ മഹലിൽ നിന്ന് ഈ പള്ളിയിൽ നിന്ന് എന്നെ ആദ്യം പുറത്താക്കിയിട്ടുണ്ടാവും. മുസ്ലിം സംഘടനകൾ അങ്ങനെയാണ്. മതവിദ്വേഷം അല്ലെങ്കിൽ മറ്റും സഹോദര മതങ്ങളെ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞ് എന്നെ മഹലിൽ നിന്ന് ഞാൻ ജോലി ചെയ്യുന്ന മഹലിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടാവും. എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ മഹലിൽ നിന്ന് എന്നെ പുറത്താക്കിയിട്ടുണ്ടാവും. എൻ്റെ കുടുംബവുമായി സഹകരിക്കരുത് എന്നുള്ള പ്രസ്താവനകൾ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ എന്നെ കുറ്റപ്പെടുത്താത്തവരായി ആരും ഉണ്ടാവില്ല. ഞാൻ ജയിലിലും ആയിരിക്കും. അതായിരിക്കുമല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുക. ഇത് മുസ്ലിമീങ്ങളെ പറഞ്ഞതുകൊണ്ട്, ഒരു സമുദായത്തെ മൊത്തം കുറ്റപ്പെടുത്തി പറഞ്ഞതുകൊണ്ട് ഒരാൾക്കൊരു പ്രശ്നമില്ല എന്നുള്ളതാണ്. അത് അങ്ങനെ ആക്കി മാറ്റി നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും നമ്മുടെ നാട്ടിലെ സിനിമ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ മുഴുവൻ എല്ലാം എങ്ങനെ ഇസ്ലാമിനെതിരെ ഉപയോഗിക്കാം, മുസ്ലിമീങ്ങൾക്കെതിരെ ഉപയോഗിക്കാം എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിമാണ്, അതിന് പുറകിൽ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തു കുറ്റകൃത്യവും ചെയ്യാം എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മുടെ നാടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു നമുക്കൊക്കെ നല്ലതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ രാജ്യത്തെ ഈ സൗഹാർദ്ദവും മറ്റുമൊക്കെ അള്ളാഹു നിലനിർത്തട്ടെ. വർഗീയമായി ചിന്തിക്കുന്ന ആളുകളെ അവർക്കൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടാൻ അവർക്കൊക്കെ നല്ല മനസ്സ് അള്ളാഹു നൽകട്ടെ എന്ന് നമുക്കൊക്കെ ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.